ഇപ്പോൾ നമുക്ക് വേറൊരു പെട്ടെന്നൊരു സ്ഥലം വരെ പോവാം. കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് CPM സംസ്ഥാന സമ്മേളനത്തിൽ ഒരു സ്ത്രീ പ്രാതിനിധ്യം, പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ, വനിതാ നേതാക്കന്മാർ എല്ലാവരും അവിടെയുണ്ട്. VV അരുൺ നമുക്കൊപ്പം ചേരുകയാണ്. VV, അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. ശ്രീമതി ടീച്ചർ പറയാൻ എനിക്ക് സാധിക്കില്ല. ഇപ്പോഴും മനോഭാവത്തിൽ വലിയ തോതിലുള്ള ഒന്ന് സ്ത്രീയാണെന്നുള്ള, സ്ത്രീ ഇത്രയൊക്കെ മതി എന്നുള്ള ചിന്ത ചിലരിലെങ്കിലും ഇന്നും ഞങ്ങളുടെയൊക്കെ പാർട്ടിയിലുണ്ട്. അത് മാറ്റുന്നതിനുള്ള പ്രവർത്തനം PB, CC, പ്രത്യേകിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നത സ്ഥാനത്തിരിക്കുന്ന നേതാക്കളെല്ലാം ഒരുപോലെ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച്, അതുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റ് വളരെ ശക്തമായിട്ട് സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചു കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞത്. CPMന്റെ സമുന്നത നേതൃത്വത്തിന്റെ ശക്തമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഗവൺമെന്റിനെ കുറിച്ച് ആക്ഷേപമില്ല. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റ് ഗവൺമെന്റും അവകാശപ്പെടാൻ പറ്റാത്ത വിധത്തിൽ. വകുപ്പ് മാത്രമല്ല സ്ത്രീകളുടെ ഇപ്പൊ ഫയർഫോഴ്സിൽ സ്ത്രീകളെ കൊണ്ടുവന്നു. അതുപോലെ കടലിൽ മുങ്ങി താഴാൻ പോകുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡൈവിംഗ് നടത്തുന്ന സ്ത്രീകളെ ഇന്ത്യയിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. എല്ലാ മേഖലയിലും സ്ത്രീകളെ കൊണ്ടുവരാൻ ഗവൺമെന്റിന് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഒരു വലിയ മാറ്റം വേണം. ഈ മാറ്റത്തിനൊരു 150-1.5 നൂറ്റാണ്ടെങ്കിലും എടുക്കുമെന്നാണ് പറയുന്നത്. ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവർക്കും, ഞങ്ങളെ സ്നേഹിക്കുന്ന സ്ത്രീ സമൂഹം ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഞങ്ങളുടെ വനിതാ ദിനാശംസകൾ ഞാൻ നേരുകയാണ്. ഇതിൽ എത്ര നാളെടുക്കും കേരളത്തിലെ ഡിഗ്നിറ്റി സ്ത്രീകൾക്ക് കിട്ടാൻ? ഇതിൽ എത്ര നാൾ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം 18-19 നൂറ്റാണ്ടുകളിൽ നമ്മുടെ ലോകത്തിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റമുണ്ട്, നവോത്ഥാന പ്രക്രിയയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്തിൽ വലിയ മാറ്റം സ്ത്രീകളുടെ അഭ്യുന്നതിയിലും ഉണ്ടായിട്ടുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ലോകത്താകെ ഒരു വലതുപക്ഷ വ്യതിയാനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ളൊരു പിറകോട്ട് പോക്ക് വരാതെ സംരക്ഷിക്കലാണ് ഇപ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരു മതപരമായ രാഷ്ട്രമുണ്ടാവുക. മതപരമായ രാഷ്ട്രം എവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ സ്ത്രീകളുടെ അന്തസ് ചവിട്ടി അരക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിതം വല്ലാത്ത രീതിയിൽ ദുഃഖമായിട്ട് മാറിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ സംഭവിക്കാതിരിക്കാൻ ഒരു മതേതര രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ, ഒരു സോഷ്യലിസ്റ്റ് സമൂഹത്തിൽ ജീവിക്കുമ്പോഴാണ് സ്ത്രീക്ക് ഏറ്റവും വലിയ അന്തസ് ഉണ്ടാവുക എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമൂഹത്തെ, നമ്മുടെ ഭരണഘടനയിലൊക്കെ പറയുന്ന ജനാധിപത്യം, അത് യഥാർത്ഥ അവസര സമത്വമാണ് പൌരന്മാരുടെ. അതുണ്ടാക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അന്തസ്സുറ്റ ജീവിതം ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്നത്. അതിനുവേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടി വരുന്നു. പഴയതിൽ നിന്ന് കൂടുതൽ ശക്തമായിട്ട് ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ സൂചന. ഈ വനിതാ കമ്മീഷനൊക്കെ സ്ത്രീയുടെ അവകാശത്തിന് വേണ്ടിയുള്ളത് തന്നെയാണ്. എത്ര നാൾ ഇനിയും ഇങ്ങനെ അവകാശങ്ങൾ പറഞ്ഞ് വനിതാ കമ്മീഷൻ കൊണ്ടുപോകും? മാർച്ച് 8 എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമല്ല, 365 ദിവസവും മാധ്യമങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിന്റെ പൊതുബോധ നിർമ്മിതിയിൽ ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഇന്ന് മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും ഏറ്റെടുക്കാൻ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും കഴിയട്ടെ എന്ന് കൂടി ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. CS സുജാത കൂടി ചേരുന്നുണ്ട്. പാർട്ടിയിൽ ഇന്നലെ MV ഗോവിന്ദൻ, ഗോവിന്ദമാഷി പത്രങ്ങളെ മാധ്യമങ്ങളെ കാണും പറഞ്ഞിരുന്നത് 40 പേർ സംസാരിക്കുന്നു, 12 വനിതകൾ സംസാരിച്ചു. വലിയ സംഭവമായി പറഞ്ഞത്. വലിയ സംഭവമാണ് ഇത്. 12 പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാഷ് പറഞ്ഞത്. അതായത് ഇന്നിപ്പോ പ്രതിനിധികളായി 75 സ്ത്രീകൾ വന്നു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായി 3000-ഓളം സ്ത്രീകൾ വന്നു. 3 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാർ വന്നു. അത് പണ്ടൊക്കെ ഒരു അന്യമായിരുന്നു. അവിടെ നിന്നാണ് ഇന്ന് കൂടുതൽ സ്ത്രീകൾ കടന്നു വരുന്നത്. പക്ഷെ അത് പോരാ എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. മാഷ് ഉൾപ്പെടെ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് CPMൽ കൂടുതലായി സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു പുരുഷാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെ പതുക്കെ അവിടേക്ക് എത്താൻ കഴിയുമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷെ അത് മാറ്റിയെടുക്കാനുള്ള ശക്തമായിട്ടുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. CPMന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയൊക്കെ വനിതകളാകുന്ന കാലം വരുമോ? അല്ല, അതിപ്പം നേരത്തെ തന്നെ 2 ടീച്ചർമാർ ഇവിടെ സൂചിപ്പിച്ചു. അതായത് നിങ്ങളുടെ ധാരണ ഒരു മുഖ്യമന്ത്രി വന്നാൽ, ഒരു പ്രധാനമന്ത്രി വന്നാൽ, ഒരു പ്രസിഡന്റ് വന്നാൽ അതോടുകൂടി രാജ്യത്തെ സ്ത്രീകളുടെ സ്ഥിതിയെല്ലാം മാറുമെന്നാണ്. അങ്ങനെ മാറില്ല. നയത്തിൽ തന്നെയാണ് മാറ്റം വരേണ്ടത്. നമ്മൾ കണ്ടോണ്ടിരിക്കുകയല്ലേ. അല്ല, CPM എല്ലാ കാര്യങ്ങളിലും മാതൃക ആയിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു പ്രചരണം ഇങ്ങനെയൊന്ന് വന്നു കഴിഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ ഒരു വനിത ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി, ഒരു പ്രസിഡന്റായിട്ട് ഒരു വനിത, അഭിമാനത്തോടെ തന്നെ പറയുകയാണ് ആ സ്ഥാനത്തേക്കൊക്കെ സ്ത്രീകൾ വന്നു.
പക്ഷെ ഇന്ത്യ രാജ്യത്ത് പട്ടിണി കിടക്കുന്ന സ്ത്രീകൾ എത്ര ഉണ്ടെന്നറിയോ? 24 കോടി സ്ത്രീകൾ ഉൾപ്പെടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നു. അങ്ങനെയൊരു നാടാണ്. അതുകൊണ്ട് ഇന്നത് വരുന്നതോടുകൂടി എല്ലാം മാറുമെന്നല്ല, പക്ഷെ നയത്തിലാണ് കൃത്യമായി മാറ്റം വരേണ്ടത്. ഇനി ഭാവിയിൽ ഈ സ്ഥാനത്തൊന്നും ഇവരാരും വരുത്തില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. അത് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം രാജ്യത്തെ സ്ത്രീകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അത് സമൂഹവും ആ കാര്യത്തിൽ ഏറ്റവും നന്നായി പ്രതികരിക്കണം. പോരാട്ടം തുടരട്ടെ, വേഗം ലക്ഷ്യങ്ങളിലേക്ക് എത്തട്ടെ. ചിന്ത എന്താണ് ചിന്തയുടെ ചിന്ത ഈ വനിതാ ദിനത്തിൽ? വനിതാ ദിനത്തിൽ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സമത്വത്തിന് വേണ്ടിയുള്ള പോരാട്ടം എത്രയോ നാളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ വനിതാ ദിനം എന്ന് പറയുന്നത് കേവലം സ്ത്രീകളുടെ ഒരു ദിവസമായിട്ട് ആഘോഷിക്കേണ്ടതില്ല. സ്ത്രീ പുരുഷ തുല്യത ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ചേരാൻ കഴിയുന്ന ഒരു ദിവസമായിട്ടാണ് വനിതാ ദിനം വരുന്നത്. ആ രീതിയിൽ തന്നെയാണ് വനിതാ ദിനം. ഇപ്പൊ കൊല്ലത്ത് വെച്ച് സംസ്ഥാന സമ്മേളനം നടക്കുന്നു. അപ്പം നമ്മുടെ വനിതാ രത്നങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇപ്പം കേരളത്തിലെ CPIMന്റെ സംസ്ഥാന സമ്മേളനം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, ബാലസംഘത്തിന്റെ പ്രതിനിധിയായി വന്നതും SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട്. അപ്പൊ യുവതലമുറയിൽ സ്ത്രീകൾ വളരെ സജീവമായി താക്കോൽ സ്ഥാനങ്ങളിലേക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങളിലേക്കും വരുന്നു എന്നുള്ള വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്താണ് പുതിയ കാലത്തുള്ള വെല്ലുവിളി? എന്തൊക്കെയാണ് ഏറ്റവും നന്നായിട്ട് പറയാൻ കഴിയുന്നത്? സൈബർ ഇടങ്ങളിലായാലും അല്ലെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ സ്ത്രീകൾ നേരിടുന്നുണ്ട്. അതായത് കാലങ്ങളായി തുടർന്നു വരുന്നത് തന്നെയാണ് ഈ മൾട്ടി റോൾസിൽ സ്ത്രീകൾ ഇടപെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഗാർഹിക ജോലികൾ അത് തീർത്ത ശേഷമാണ് അവരുടെ മറ്റേതെങ്കിലും തൊഴിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്തരം വീട്ടിനകത്ത് തൊഴിൽ ശരി, ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. ചിന്ത ജെറോമാണ് സംസാരിച്ചത്. അങ്ങനെ CPM സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ ആ വേദിയിൽ നിന്നുള്ള CPMന്റെ കരുത്തുറ്റ മുഖങ്ങളെയെല്ലാം, വനിതാ മുഖങ്ങളെയെല്ലാം ഒന്നിച്ച് കാണാൻ കഴിഞ്ഞത് സന്തോഷം. നമുക്ക് ഈ സമൂഹത്തിനായുള്ള പോരാട്ടം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. സമൂഹത്തിൽ തുല്യതയ്ക്കായുള്ള അത് ഒന്നിച്ച് നിൽക്കാം. ഇപ്പോൾ നമ്മളോട് സംസാരിച്ച എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വനിതാ ദിന ആശംസകൾ. ഇനി